വെൽക്കം ഗൈസ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പെൻഡ്രൈവ് എങ്ങനെ വിൻഡോസ് ബൂട്ടബിൾ ആക്കി എടുക്കാം എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ലാപ്പിലോ പി സിയിലോ നമ്മൾ വിൻഡോസ് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കാണെങ്കിൽ ഒരു ബൂട്ടബിൾ ഡിവൈസ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ സി ഡിയിലോ നമ്മുടെ വിൻഡോസിൻ്റെ സെറ്റപ്പ് വേണം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പെൻഡ്രൈവിലോട്ട് ആക്കിയെടുക്കാമെന്നാണ് ഇതിലോട്ട് കാണിച്ച് തരാൻ പോകുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്തിട്ട് കാര്യം നടക്കത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് ബൂട്ടബിൾ ഫോർമാറ്റിലോട്ട് ആക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഈ വീഡിയോ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ്, ഈ വിൻഡോസിൻ്റെ ISO ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ വരുന്നുണ്ട്, അല്ലാതെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ പുതിയതായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ്, നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലൈക്കൻ നിൽക്കിയാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിൻഡോസ് 10ൻ്റെ ISO ഫയൽ. ഇതാണെങ്കിൽ ഒരു സിപ്പ് ഫയൽ പോലെയാണ് കിടക്കുന്നത്. അത് കാരണം ഞാൻ WinRAR ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണ് ഈ WinRARൻ്റെ ഐക്കണിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐ ബട്ടണിലും ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, നമുക്കിനി ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്കിത് എങ്ങനെ ഇത് വിൻഡോസിൻ്റെ ഫയല് നമ്മുടെ പെൻഡ്രൈവിലോട്ട് ബൂട്ടബിൾ ആക്കാമെന്ന് നമുക്ക് കാണാം. ഗൈസ്, ആദ്യം നമുക്കൊരു ക്രോം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് റൈറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ബൂട്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണിത്. റുഫൂസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ കയറിയാൽ ഈ സൈറ്റിലോട്ട് ഡയറക്റ്റ് വരാവുന്നതാണ്. അവിടെ നിന്ന് കയറി നിങ്ങൾക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഇത് 1 MB ഫയൽ, അതുകൊണ്ട് അധികം പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ പെൻഡ്രൈവിനെ ബൂട്ടബിൾ ഫോർമാറ്റിലോട്ട് മാറ്റും. ഏത് ISO ഫയലിനെയും ബൂട്ടബിൾ ഫോർമാറ്റിലോട്ട് മാറ്റും. എന്ന് വെച്ചാൽ ഉബുണ്ടു ആയിക്കോട്ടെ, കാലി ലിനക്സ് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ബൂട്ടബിൾ ഫോർമാറ്റിലോട്ടാക്കും. അപ്പോൾ ഞാൻ ഇതിവിടെ ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫയൽ. അപ്പോൾ ഈ സെക്ഷനാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബൂട്ടബിൾ ആക്കാൻ വേണ്ടി മെയിനായിട്ട് ഈ 2 ഫയലാണ് വേണ്ടത്. ഒന്ന് ISO ഫയലും, രണ്ടാമത് ഈ റുഫൂസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും. ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമുക്ക് ബൂട്ടബിൾ ആക്കാൻ പറ്റുന്നത്. നേരത്തെ ആണെങ്കിൽ 3 GB ഒക്കെ ഉള്ള സമയത്ത് നമുക്കാണെങ്കിൽ ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ടാൽ മതിയായിരുന്നു വിൻഡോസിൻ്റെ ഫയൽ പെൻഡ്രൈവിലോട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റത്തില്ല. ഇപ്പം ഇത് ഒത്തിരി വലിയ ഫയൽ, അതുകൊണ്ട് അങ്ങനെ കോപ്പി ചെയ്താൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഈ ബൂട്ടബിൾ ഫോർമാറ്റിലോട്ട് ആക്കിയാലേ പറ്റത്തുള്ളൂ. നേരത്തെ ഡയറക്റ്റ് കോപ്പി ചെയ്ത് ഈ സെക്ഷൻസ് കോപ്പി ചെയ്തിട്ടാൽ ബൂട്ടബിൾ ഫോർമാറ്റിലോട്ട് ആകുമായിരുന്നു. ഇപ്പോൾ അത് നടക്കത്തില്ല. കാരണം വലിയ ഫയൽ കോപ്പി ആകത്തില്ലെന്ന് പറഞ്ഞ് എഴുതി വരും. പക്ഷേ നമ്മൾ NTFSലാക്കുവാണെങ്കിൽ കോപ്പി ആകും. പക്ഷേ അത് നമ്മൾ പെൻഡ്രൈവ് ബൂട്ടബിൾ മോഡിലോട്ട് പോകത്തില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ WinRARലായിരുന്നു ഓപ്പൺ ചെയ്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ അതിൽ ചെയ്യാതെ നമ്മളിപ്പോൾ വിൻഡോസ് എക്സ്പ്ലോറർ വഴി ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതാണെങ്കിൽ ഒരു CD പോലെ ആയിരിക്കും നമ്മുടെ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്യുക. ഇത് വിൻഡോസ് എക്സ്പ്ലോറർ വഴി ഞാൻ ചെയ്യുന്നു. ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ വിൻഡോസ് 10ൻ്റെ പഴയ വേർഷനാണ്, അല്ലെങ്കിൽ വിൻഡോസ് 7 ആണ് കിടക്കുന്നത്, അല്ലെങ്കിൽ വിൻഡോസ് 8 ആണ്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, നമ്മുടെ സിസ്റ്റം ഫുൾ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ അപ്ഡേറ്റിന് വേണ്ടി യൂസബിൾ ആയിട്ടുള്ളതാണ് ഈ ടെക്നിക്ക്. ഇത് ഇവിടെ CD ഇൻസേർട്ട് ചെയ്ത പോലെയാണ് ഇത് കിടക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതേ സെറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ നേരത്തെ WinRARനകത്ത് കണ്ട പോലെ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റിലെ സെറ്റപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ നെക്കി കഴിയുമ്പോഴത്തേക്കിന് അതിനായിട്ടുള്ള സെറ്റപ്പ് പേജ് ലോഡായി വരുന്നതാണ്. അത് ലോഡായി വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മൾ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ വിൻഡോസ് 7 ആണെങ്കിൽ 10 അപ്ഗ്രേഡ് ആവും, 8 ആണെങ്കിലും 8.1 ആണെങ്കിലും 10 അപ്ഗ്രേഡ് ആവും. വിൻഡോസ് 10ൻ്റെ പഴയ വേർഷൻസ് ആണെങ്കിലും പുതിലോട്ട് അപ്ഗ്രേഡ് ആവും, നമ്മൾ പുതിയ വെർഷനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിപ്പം എൻ്റേത് ലേറ്റസ്റ്റ് വേർഷനാണ് ഓൾറെഡി കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഗൈസ്. നിങ്ങളുടെ പിന്നെ ഓൾറെഡി ലൈസൻസ് വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം ചുറ്റിക്കളികളെ ഇല്ല, ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ മാത്രം ചിലപ്പോൾ നെക്സ്റ്റ് അടിക്കാൻ, ചിലപ്പോൾ കീ വല്ലതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കീ വല്ലതും ചോദിക്കാൻ നേരത്ത് ഇപ്പോൾ കീ ഇല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ കാണും, അതേന്ന് വല്ലതും നെക്കി വിട്ടാൽ മതി. അല്ലെങ്കിൽ ഈ കീജൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഗൈസ്. മുന്നിലത്തെ വീഡിയോയിൽ അത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു 16 GB HP പെൻഡ്രൈവാണ് യൂസ് ചെയ്തേക്കുന്നത്. മിനിമം 8 GB പെൻഡ്രൈവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നമ്മുടെ വിൻഡോസിനെ ബൂട്ടബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് 5 GB ഫയലാണ്. 4 GB പെൻഡ്രൈവിലാണെങ്കിൽ എന്തായാലും നടക്കത്തില്ല. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കറക്റ്റ് 5 GB ആകാണ്ട് വരും. അതുകൊണ്ട് നമുക്ക് മിനിമം 8 GB എങ്കിലും പെൻഡ്രൈവ് വേണം. ഇവിടെ ഞാൻ HP 16 GB പെൻഡ്രൈവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം ഗൈസ്. ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടുള്ള സെക്ഷനിലോട്ട് വരാം. ഇതിവിടെ കണക്റ്റീവാണ്.
നിങ്ങളുടെ പിന്നെ 3.0 ഉള്ള പെൻഡ്രൈവ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ പെർഫോമൻസ് നമുക്ക് കിട്ടും. ഇത് ഇവിടെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഇവിടെ ബൂട്ടബിൾ ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഇതെങ്ങനെ ആക്കിയെന്ന് ഞാനിവിടെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ റിഫ്യൂസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഈ റിഫ്യൂസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു ഇൻ്റർഫേസ് വരും, കാണിച്ചു തരാം. ഇതേപോലൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും ഗൈസ്. ഇതിലാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ കണക്റ്റഡ് ഡിവൈസസ് എന്ന് വെച്ചാൽ പെൻഡ്രൈവോ ഹാർഡ് ഡിസ്കോ എക്സ്റ്റേണൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. നമ്മുടെ കറക്റ്റായിട്ടുള്ള പെൻഡ്രൈവ് മാത്രം കണക്ട് ചെയ്യുക. വേറെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്താൽ അതാണെങ്കിൽ നമ്മുടെ സാധനം ഫുൾ ഫോർമാറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമുക്കാണെങ്കിൽ ISO ഫയലാണ് വേണ്ടത്. അപ്പോൾ ISOയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് എടുത്തിട്ട് നമ്മുടെ ISO ഫയൽ എവിടെയാണോ കിടക്കുന്നത്, നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത ISO ഫയൽ എവിടെയാണ് കിടക്കുന്നത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ വിൻഡോസ് 10ൻ്റെ ISO ഫയലാണ് നമുക്ക് വേണ്ടിയത്. അപ്പം ആ ISO ഫയൽ ഇവിടെ സെലക്ട് ചെയ്യുവാണ്. അതിവിടെ ലോഡായിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുത്താൽ അത് റൈറ്റ് എന്ന് വെച്ചാൽ ആ പെൻഡ്രൈവിലോട്ട് അത് ബൂട്ടബിൾ ആക്കാൻ തുടങ്ങും. ഇത് ഷോർട്ട് കട്ട് ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ. ഞാൻ അതിൻ്റെ ഒറിജിനൽ ഫയൽ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ISO ഫയൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ആ ഫയൽ ഓക്കെ അടിച്ചു വെച്ചു. ഈ താഴോട്ടുള്ളതൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഡിഫാൾട്ടായിട്ട് കിടക്കുന്ന തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ മുകളിൽ ഡിവൈസ് സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബൂട്ടബിൾ ആക്കാൻ കുത്തിക്കുന്ന പെൻഡ്രൈവ് തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പെൻഡ്രൈവ് ഫുൾ ഫോർമാറ്റ് ആയിട്ടേ ഉള്ളൂ നമുക്ക് വരത്തുള്ളൂ. ഇവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും, ഞാൻ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ 2-3 മിനിറ്റോളം എടുക്കും ഇത് ലോഡാകാൻ, ഇതുവരെ ആകാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ ആണെങ്കിൽ ഈ ബൂട്ട് ഫോർമാറ്റിൽ എന്നുവെച്ചാൽ ബൂട്ട് മോഡിലോട്ട് പോകാൻ ഓരോ സിസ്റ്റത്തിനും ഓരോ രീതിയായിരിക്കും. എന്നുവെച്ചാൽ അതിൽ ഫങ്ഷൻസ് കീസ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓരോ മോഡിലോട്ടും പോകുന്നത്. F2 ഉണ്ട്, F8 ഉണ്ട്, F9, 10, F11, F12 അങ്ങനെ പല സിസ്റ്റത്തിനും പല കീസാണ്. എൻ്റെ ഏസറിൻ്റെ സിസ്റ്റമാണ്, ലാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കീസ് എന്ന് വെച്ചാൽ F2ഉം F12ഉം ആണ്. ഇതേപോലെ നമ്മൾ PC-ലോട്ട് വരുമ്പോൾ F10 ആയിരിക്കാം. അങ്ങനെ കീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഓരോ കീയും ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ അതിൽ നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബൂട്ട് ചെയ്ത് വരാൻ നേരത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ നേരത്ത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഡിസ്പ്ലേയുടെ കോർണറിൽ ഈ F കീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ F12, F2 അല്ലെങ്കിൽ F8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന മോഡിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ചിലതിൽ എഴുതി കാണിക്കും തുടക്കത്തിൽ ഇന്ന മോഡിലോട്ട് പോകാൻ നിങ്ങൾക്ക് ഇത് നിൽക്കിയാൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിസ്റ്റം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഞാൻ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റേതാണെങ്കിൽ F2ഉം F12ഉം ആണ്. F2 നിൽക്കിയാൽ അതിൻ്റെ മെനുവിലോട്ട് പോകും, അതിൻ്റെ സെറ്റപ്പ് ബയോസ് മെനുവിലോട്ട് പോകും. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സെറ്റപ്പ് കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം. നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്. ഇപ്പോൾ ഞാൻ സിസ്റ്റം ഓണാക്കി ഉടനെ തന്നെ F2 നിൽക്കുന്നു. മിക്ക സിസ്റ്റത്തിലും F2 ആയിരിക്കും ഈ ബയോസ് മെനുവിലോട്ട് പോകാനുള്ള കീ മിക്ക ലാപ്പേലും. അപ്പം ഞാനിവിടെ അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി വെച്ചതുകൊണ്ട് എനിക്ക് ഈ ഓപ്ഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറിക്കോളും, അതുകൊണ്ട് അത് പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കീ ഒന്ന് അടിച്ചു കൊടുക്കുവാണ്. കീ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഇത് ഡയറക്റ്റ് നമ്മുടെ ഇതിൻ്റെ മെനുവിലോട്ട് വന്നോളും. ഇതിവിടെ വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ സ്റ്റാർട്ടിങ് എഴുതിയിട്ടുണ്ട്. ഇതിൽ മൗസ് വർക്ക് ചെയ്യത്തില്ല. ഈ സെക്ഷനിൽ നമുക്ക് കീബോർഡ് കീസ് തന്നെ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ആരോ കീസ് യൂസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ മെയിൻ മെനുവിലോട്ട് ആദ്യം വരാം. ഇവിടെ സൈഡിലോട്ട് റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് വരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തതിലോട്ട് ഇത് വരും. അത് നമുക്ക് ഈ മെയിനിൽ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ബൂട്ട് മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ട് F12 ബൂട്ട് മെനു. ഇത് എപ്പോഴും എനേബിൾഡ് ആയിരിക്കണം. ഇത് എല്ലാ സിസ്റ്റത്തിലും കാണാം. ചിലതിൽ F12 ആയിരിക്കണമെന്നില്ല, F10 ആകാം, F8 ആകാം. അത് ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അടുത്തത് ബൂട്ട് സെറ്റിങ്ങിൽ വന്നിട്ട് നമ്മുടെ ബൂട്ട് മോഡ് UEFI മോഡിലായിരിക്കണമെന്ന് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിൻഡോസ് ലെഗസി മോഡിൽ ഇപ്പം റൈറ്റ് ആകാറില്ല, അത് UFL മോഡിൽ മാത്രമേ ആകാറുള്ളൂ. പിന്നെ F10 നെക്കി നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. F10 നെക്കി സേവ് ആൻഡ് എക്സിറ്റ് ആവും. അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും എക്സിറ്റ് എന്ന് പറഞ്ഞ ലാസ്റ്റിൽ കൊണ്ടുവന്നിട്ട് എക്സിറ്റ് സേവിങ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് നിൽക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ റീസ്റ്റാർട്ടായി വരും. എന്നിട്ട് F12 ഞാൻ നെക്കിയായിരുന്നു. F12 നെക്കിയതും കൊണ്ട് ഈ ബൂട്ട് മാനേജറിലോട്ട് വന്നു. F12 എൻ്റെ ഇതിൽ F12 ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് നെക്കിയതുകൊണ്ട് വന്നു. നിങ്ങളുടെ ഏസർ ആണെങ്കിൽ നിങ്ങളുടെ F12 തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏ സിസ്റ്റം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കീ മിക്കതിൽ F12 F2 ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അതിനനുസരിച്ച് കീ നിങ്ങൾ നിൽക്കുക. അപ്പോൾ ഇത് നമ്മുടെ പെൻഡ്രൈവിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ എൻ്റർ അടിച്ചാൽ മതി. എൻ്റർ അടിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ആവും. നമ്മൾ കണ്ടിരിക്കുന്ന പെൻഡ്രൈവിൻ്റെ പേര് അതിൽ തന്നെ വരും. എന്നാലേ ഉള്ളൂ നമ്മുടെ ബൂട്ടബിൾ ഡിവൈസ് അവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അത്
സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതേപോലെ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ആയിട്ട് വരും. റീസ്റ്റാർട്ട് ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് പേജിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഗൈസ്. അവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റുന്നത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലാംഗ്വേജ് ഏതാണെന്ന് നമുക്ക് ആദ്യം ചോദിക്കും. ടൈം സോൺ ഏതാണ്, അതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഇത് മുന്നോട്ട് അധികം ചെയ്യുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാളായി കിടപ്പുണ്ട്. ഞാനിത് ചെയ്താൽ ഇത് മെസ്സായി പോകും. അതുകൊണ്ട് വേറെ ആരെങ്കിലും സിസ്റ്റം കിട്ടുവാണെങ്കിൽ ഇത് ചെയ്യാനുള്ള കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് അടിച്ച് പോയിട്ട് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് പോയാൽ മതി. അധികം ചുറ്റിക്കളിയൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് നെക്സ്റ്റ് അടിച്ച് പോകുന്ന ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം ഇത് മുന്നോട്ട് വരാൻ നേരത്ത് ചിലപ്പം ഇതിൽ കാണിക്കും നമുക്ക് പാർട്ടീഷൻ സെലക്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ പാർട്ടീഷനിൽ പ്രൈമറി എന്ന് പറഞ്ഞ പാർട്ടീഷനിൽ മാത്രമേ ഉള്ളൂ ഇത് വിൻഡോസിൻ്റെ ഇത് റൈറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കൂടെ ബെല്ലൈക്കൻ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലൈക്കൻ നിൽക്കിയാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.